അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള നമ്മളോടൊപ്പം ചേരുകയാണ്. ചോദിച്ചറിയാം, തകർന്ന സാഹചര്യമാണ് എന്നറിയാം, മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. എന്നാലും ചോദിക്കുക, ഈ ഒരു സംഭവം എങ്ങനെയാണ് അറിയുന്നത്? സുഹൃത്താണ് വിളിച്ച് പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. അപ്പം ഞാനിത് അറിയുന്നത് ഈ ഒരു സംഭവം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ മോള് അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു ഇതുണ്ട്, ഇവർ തങ്ങളതാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളാണ് നിരന്തരം. വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം മുതൽ തന്നെ പിന്നെ പീഡനങ്ങളും ആക്രമണങ്ങളും തുടങ്ങിയിരുന്നു. ആദ്യം ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ സ്ത്രീധനത്തിന് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് ഇവൻ ഇച്ചിരി സിവിൽ എഞ്ചിനീയർ ശമ്പളമൊക്കെ ഉണ്ടവൻ, 2 ലക്ഷം രൂപയുടെ ശമ്പളമൊക്കെ ഉള്ളവനാണ്. അന്ന് നമ്മൾ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ. ഈ കുഞ്ഞിനെ ഹരാസ് ചെയ്യാം, നമ്മളോട് ഡയറക്റ്റ് ചെയ്തില്ല, കുഞ്ഞ് വന്ന് നമ്മളോട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അത് അക്രമത്തിലേക്ക് കലാശിച്ചപ്പോൾ പിന്നെ കേസൊക്കെ ആയിരുന്നു ഇവിടെ വെച്ച്. അങ്ങനെ ആ കേസ് പിന്നെ കോടതി അത് പിന്നെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒത്തുതീർപ്പാക്കി അങ്ങ് വിട്ടത്. പിന്നെ ഈ ഒരു കുഞ്ഞില്ലേ, അതിന് ശേഷം കുഞ്ഞിൻ്റെ കാര്യം കൂടെ നോക്കണമല്ലോ എന്ന് വെച്ചാൽ പിന്നെയും ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് അവൾ പോയ എൻ്റെ മോൾ അന്ന് തൊട്ട് അവൾ കോംപ്രമൈസ് ജീവിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ കോംപ്രമൈസ് ചെയ്ത് തന്നെ ജീവിച്ചിട്ടിരുന്നത്. അത്ര രീതിയിലുള്ള വൃത്തികെട്ട സ്വഭാവമാണ് അവൻ, അത്ര പീഡനമാണ് അവൻ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അവളെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. കൊന്നെന്ന് വേണം പറഞ്ഞാൽ 11 വർഷമായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് അത് പൂർണ്ണമാക്കിയെന്നുള്ളതേ ഉള്ളൂ. അന്ന് മുതൽ അങ്ങനെ തന്നെ അവളെ എൻ്റെ മോൾ അനുഭവിച്ച ഒരു ദുഃഖം, യാതന, പീഡന, സഹനം, വേദന അവൾ ഒരു മനുഷ്യ സ്ത്രീകൾ ഇതുപോലെ ഈ ഭൂമിയിൽ അനുഭവിച്ച് കാണത്തില്ല പോലെ കൊച്ചു പ്രാർത്ഥന. ചേട്ടൻ ദുബായിലായിരുന്ന സമയത്ത് ഇതുപോലെ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം, കഴിഞ്ഞ വർഷമായിരുന്നു അത്. അതുകൊണ്ടൊക്കെ രാത്രിയിൽ അവൻ വയലൻ്റായി മർദ്ദിച്ച് അതിന് ശേഷം ഞാൻ പെട്ടെന്ന് അവിടെ എത്തി വിളിച്ചുകൊണ്ടിഞ്ഞ് വന്നായിരുന്നു. അപ്പം അന്ന് ഞാൻ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞാൽ അവളടുത്ത് അവളെ അനിയത്തിൻ്റെ റൂമിൽ കൊണ്ട് നിർത്തിയതായിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചും പറഞ്ഞു ഇനി ഒരിക്കലും അവൻ്റെ കൂടെ താമസിക്കരുതെന്ന് പറഞ്ഞതായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ കുഞ്ഞ് എന്തോ അവൾ മനസ്സലിഞ്ഞ് പോകും, കാല് പിടിച്ച് കരയുമ്പം മനസ്സലിഞ്ഞ് പോകും. പിന്നെ അവൾ 2-3 ദിവസം അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു മക്കളെ കഴിഞ്ഞ് പോരണമെന്നല്ല ഞങ്ങളെ തീരുമാനം എടുത്തതാണ്. പിന്നെ അവൻ വന്ന് മരിച്ച് വീണ്ടും അവൾ വിളിച്ചുകൊണ്ട് പോയി. അവന് ഒരാവശ്യം, അവന് ടച്ചിങ് ഉണ്ടാക്കാനും മദ്യം കുടിക്കുമ്പോൾ അവന് സപ്ലൈ ചെയ്യാനും അവന് വെള്ളം എടുത്ത് കൊടുക്കാനും അവനെ പരിചരിക്കാനും ഉള്ള ഒരു അടിമയെ പോലെ അവൻ കണ്ടിരുന്നത്. അല്ല ഒരു ഭാര്യയായിട്ട് ഒരിക്കലും അവൻ കണ്ടിരുന്നത്. ഒരു ഭാര്യയുടെ സ്നേഹം അവന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. അവർ പരിഗണന പോലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അക്തിസാക്ഷിയായിട്ട് ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിച്ചതാണ്. കതിർമണ്ഡവും എല്ലാം ആഡംബരമായിട്ട് വിവാഹം കഴിച്ച് വിട്ടതാണ്. പേഴ്സണാലിറ്റി അവനെ കണ്ട പേഴ്സണലി അവനെ ആ ലുക്കിൽ നമുക്ക് അവനൊരു ഫ്രോഡാണെന്ന് നമുക്ക് തോന്നില്ല. അതാണ് നമുക്ക് ദൈവം മറച്ചു പിടിച്ചത്, അവൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ ഫ്രോഡിനെ ദൈവം മറച്ചാണ് അവൻ നമുക്ക് തന്നത്. അവൻ ഫ്രോഡാണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് പിന്മാറാമായിരുന്നു. പക്ഷെ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെയും കോംപ്രമൈസ് ചെയ്ത് പോകും അവൾ കുഞ്ഞിനെ ഓർത്ത്. പിന്നെ അവൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് ദുഃഖപ്പെട്ടവൾ ഒരുപാട്. എന്നെ കിടന്ന് ഞാൻ അന്ന് സൗദി അറേബ്യയിലാണ് നിൽക്കുന്നത്. അന്ന് ഫോണിൽ കൂടെ കിടന്ന് വിളിക്കുക, മർദ്ദനങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും? പിന്നെ നിസ്സഹായനാണ്, നമ്മളൊരു അകലത്തിലാണ്. ഒരു പരിധികളില്ല എല്ലാത്തിനും. സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിലും ആദ്യകാലത്ത് അതായിരുന്നു. പിന്നെ ഇപ്പം അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. മദ്യപിക്കുമ്പോൾ കൈ കിട്ടായ പിന്നെ വിലപിടിപ്പുള്ള ഫോൺ വരെ എടുത്ത് അടിച്ചങ്ങ് പൊട്ടിക്കും. അന്നേരം പ്രത്യേക മെൻറ്റാലിറ്റിക്കാരനായവൻ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മാറുവാണ് ആൾ. പിന്നെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവന് പോലും അറിയത്തില്ല. അന്ന് ഞാൻ ആ വിഷയം ഉണ്ടായ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ മോളാജിനോട് ഞാൻ കയറി തടയുക. ഞാൻ പിന്നെ പിടിച്ചൊരു തള്ളു കൊടുത്താണ് മോളെ റിലീസാക്കി കൊണ്ടുവന്നത്. മനസ്സിലായി? അത്ര ഒരു ഭ്രാന്തമായ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. പലരും അന്ന് ഞാൻ അവളെ ഫ്ലാറ്റിൽ നിന്ന് വിളിച്ചിട്ട് കൊണ്ടുവരാൻ നേരത്ത് ഇവന് അവിടെ കുഞ്ഞിനെ വന്ന് പിടിക്കുക പുറമെന്ന്. പിന്നെ അതിനെ കരഞ്ഞുകൊണ്ട് വരും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യം സ്വഭാവം മാറും. പിന്നെ ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം പറഞ്ഞാൽ പിന്നെ അവിടെ കാൽ പിടിക്കാൻ ചെയ്യില്ല. കുഞ്ഞാതുകൊണ്ടല്ലേ വീണ്ടും പോകുന്നത്. അപ്പോൾ അവിടെ എൻ്റെ കുഞ്ഞിന്, എൻ്റെ കൊച്ചുമോക്ക് അവിടെ അമ്മയെ നഷ്ടപ്പെട്ടു.